ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ഒരു പ്ലാനിങ്ങുകൾ നടത്തുന്നുണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അവര്. ചിലർക്ക് ഒരു കാര്യത്തിൽ മാത്രമായിരിക്കാം ശ്രദ്ധിക്കാൻ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവര് ഒരു കാര്യത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്, ഒരു പേഴ്സൺ അല്ല, പല കാര്യങ്ങളിലും അവർ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. അത് മാത്രമല്ല എപ്പോഴും ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഇവരൊരു അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഒരു സിറ്റുവേഷനോ ഒരു പേഴ്സണലോ എവിടെ നിന്നാലും ശരിക്കും അക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള ഒരു പ്രവണതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ കരിയറിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവരൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ നല്ലത് മറ്റേതെങ്കിലും ഒരു ജോലി ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ഞാൻ എടുത്തത് തെറ്റായി പോയി, മറ്റേതായിരുന്നു കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ ഈ ഒരു ജോബ് അത്ര നല്ലതല്ല, വേറൊരു ജോബ് ചേഞ്ച് ചെയ്യണമെന്ന് ഇങ്ങനെ എപ്പോഴും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവര് എപ്പോഴും ഉള്ള കാര്യങ്ങളിൽ തൃപ്തി കുറവുള്ളൊരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു പോസിബിലിറ്റീസ് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമുക്കിവിടെ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയങ്ങളിലൊക്കെ അവരങ്ങനെ അഭിനയിച്ച് നിന്നിട്ടൊക്കെ ഉണ്ടാകാം. പക്ഷെ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരുപാട് വ്യക്തികൾ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേ ബി അവര് ഫാമിലിയുടെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അവരുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. എന്തായാലും നിങ്ങളല്ലാതെ മറ്റൊരുപാട് ഫ്രണ്ട്സ് ഉള്ള വ്യക്തിയായിരിക്കാം. അപ്പം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് മാത്രം മുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയല്ല അവര്. അവർക്ക് എല്ലാ കണക്ഷൻസും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പം ഇവരെ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുക്കി നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയല്ല. എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും പ്രസൻസ് കൊടുത്ത് ഇങ്ങനെ നടക്കുന്ന ഒരു എനർജിയാണ്. അപ്പം ഫ്രണ്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലായിടത്തും എത്തിപ്പെടുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈ ഒരു പേഴ്സൺ മൂന്നാമത് ഒരാളോട് അഭിപ്രായം ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പലരെയും അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ അവരെടുക്കാനുള്ള ഒരു പ്രവണതയുള്ള ഒരു പേഴ്സൺ ആണിത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്ത് തീരുമാനമാണെങ്കിലും അതിനകത്തുള്ള രണ്ട് വ്യക്തികൾ ചേർന്നെടുക്കേണ്ടതാണ്. അതായത് ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി റിലേഷൻഷിപ്പിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു പേഴ്സൺ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ ശരിക്കും സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്നേഹമുണ്ട് അവർക്ക്, നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ എല്ലാ ഇമോഷൻസിനും ഇവർ ചിലപ്പോൾ വാല്യൂ തരണമെന്നില്ല, അല്ലെങ്കിൽ തന്നിട്ടുണ്ടാവില്ല. അതായത് ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ചില വ്യക്തികൾ നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള തരത്തിലുള്ള സ്നേഹവുമുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾക്കൊരു വലിയ സംഭവമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ സംഭവമായിട്ട് തോന്നുന്ന സംഭവങ്ങളൊന്നും ഈ പേഴ്സൺ ഇല്ല. ഇപ്പോൾ വളരെയധികം നിങ്ങളിപ്പോൾ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ എടുത്ത് അത് അവരോട് ചെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടായിരിക്കും ഇവരത് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയ സംഭവം അല്ലെങ്കിൽ ഈ വ്യക്തിയോട് പറയുമ്പോൾ അത്രേ ഉള്ളോ, അത്രേ ഉള്ളോ, ഇതാണോ വലിയ കാര്യം, അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം അവർക്ക് ഉള്ളത്.
അപ്പൊ അവർക്ക് അതായത് നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനോ ഫീലിങ്സിനോ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ആൾ കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എനർജീസ്. ചിലപ്പോ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സൺ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിർത്തിയിരിക്കുന്നത് എന്ന് വരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് എന്താണെന്ന് കാണാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പലവട്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അപ്പൊ അത്തരത്തിൽ എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനൊന്നും അത്രയും ഒരു വാല്യൂ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും അത്ര വലിയൊരു സംഭവം ഒന്നുമല്ല എന്ന രീതിയിൽ കാണുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ആളുടെ പ്രശ്നങ്ങൾ, ആൾക്കൊരു പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓടി അതൊക്കെ വലിയ പെരുപ്പിച്ച് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കൊരു നല്ലത് വന്നു കഴിഞ്ഞാൽ അത് നല്ല വലിയതായിട്ട് പെരുപ്പിച്ച് പറയാം, അല്ലെങ്കിൽ ഇവർക്കൊരു മോശം കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണ്ട സമയത്ത് വളരെ പെരുപ്പിച്ച് എനിക്ക് ഇത്ര വലിയ സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര വേദന ഉണ്ടാക്കിയ കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറയും. പക്ഷെ ആ സെയിം സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഓ അത്രയേ ഉള്ളോ, ഇതൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ, അല്ലെങ്കിൽ ഇതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന രീതിയിലാണ് അവരെടുക്കുക. അപ്പൊ സ്വന്തം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് വളരെ നിസ്സാരവൽക്കരിച്ചും അവരുടെ കാര്യം വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന രീതിയിൽ സ്വന്തമായിട്ട് അവരെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ. പിന്നെ ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു മൈൻഡ് ഗെയിമർ ആയിരിക്കാം ഈ ഒരു വ്യക്തി. അതായത് മറ്റുള്ളവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സിറ്റുവേഷൻസ് കൊണ്ടോ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ അവരുടെ മൈൻഡിനെ സ്വാധീനിച്ച് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുവരാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും അവർക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് അവരുടെ ഇമ്പോർട്ടൻസ്. പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, ഈ ഒരു വ്യക്തി മൈൻഡ് ഗെയിം കളിക്കുകയാണല്ലോ എന്നോട് എന്ന രീതിയിൽ. അത് മാത്രമല്ല ഇവർ ചിലപ്പോൾ പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ആക്ഷൻസിലൂടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് എന്താണോ വേണ്ടത് ആ ഒരു സ്ഥലത്ത് നിങ്ങളെ കൂടി എത്തിച്ചേർക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ സംസാരിച്ച് ആളുകളെ മയക്കിയെടുക്കാനായിട്ട് വീഴ്ചെടുക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടാനായിട്ട് നിങ്ങൾക്കൊരു കാരണം ഉണ്ടായത് അങ്ങനെയാകാം. ഈ ഒരു പേഴ്സന്റെ സംസാരം നല്ല രീതിയിലായതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ ആ ഒരു രീതിയിൽ കണ്ടിട്ടായിരിക്കാം. പെട്ടെന്നൊരു വിശ്വാസം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുറച്ച് സമയം ഈ ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വ്യക്തിയിലെ ഒരു വിശ്വാസം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കിട്ടും, ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അപ്പൊ ആ ഒരു വിശ്വാസം നേടിയെടുക്കാനായിട്ട് കഴിവുണ്ട്, സംസാരിച്ച് വീഴിക്കാനായിട്ട് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. ശരി, പക്ഷെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സണോട് സംസാരിച്ച് ഇവരുടെ ഒരു വിശ്വാസത്തിലേക്ക് വന്ന് എന്തൊരു റിലേഷൻഷിപ്പ് ആയാലും അതിലേക്ക് വന്നതിന് ശേഷം കുറച്ചൊന്ന് ഡീപ്പായിട്ട് അടുക്കുമ്പോഴാണ് ശരിക്കുമുള്ള അവിടെ ഒരു തനി നിറം പുറത്തെടുക്കുന്നത്. ആ സമയത്താണ് ഇവരുടെ തനിനിറം ഇതായിരുന്നല്ലോ എന്ന് മറ്റു വ്യക്തികൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇത്തരത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് വളരെയധികം ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ പാസ്റ്റിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെയായിരുന്നാലും ഇപ്പോൾ കറന്റ്ലി നിങ്ങളെ അവര് കാണുന്നത് നിങ്ങളൊരു വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിലാണ്. ഈ ഒരു പേഴ്സൺ ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയില്ല എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല, നിങ്ങൾ ഈ ഒരു പേഴ്സൺ വന്നാലും നിന്നാലും പോയാലും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വ്യക്തി കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം അത്. ഇനി ചിലപ്പോൾ ചില വ്യക്തികൾ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് തനിയെ തന്നെ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവർ എത്തിച്ചേരും. അങ്ങനെ ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും ആ ഒരു നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി ഇനി അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കില്ല എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലായി. അപ്പൊ അത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അവർ ഓരോ സമയത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഓരോ കാര്യത്തിലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അവഗണിച്ചൊക്കെ പോകുന്ന സമയത്ത്, പരിഗണന നൽകാതിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പരാതി പറഞ്ഞൊക്കെ ഇവരുടെ പുറകെ പോയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഇതൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡന്റ് ആണ് എന്ന് ഇവർക്ക് ഫീൽ ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. അത് നമുക്കിവിടെ നന്നായിട്ട് കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഇവർക്ക് പ്രോബ്ലംസ് ഉണ്ട്, അത് അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇവർക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഒക്കെ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ
ഈ ഒരു പേഴ്സണ് അഡ്വൈസ് കൊടുക്കുകയും അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് ഹെൽപ്പായിട്ടൊക്കെ നിന്നിരുന്നത് നിങ്ങളായിരുന്നിരിക്കാം. ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒരിക്കലും ആ ഒരു പേഴ്സൺ ഈ ഒരു ഹെൽപ്പോ സപ്പോർട്ടോ കെയറോ ഒന്നും അംഗീകരിച്ചു തരണമെന്നില്ല, ഇതുവരെ അംഗീകരിച്ച് തന്നിട്ടുണ്ടാവില്ല. എങ്കിലും നിങ്ങളായിരിക്കാം അവർക്ക് ഒരു സപ്പോർട്ടൊക്കെ ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി. ഇപ്പോ ഈ ഒരു സമയത്ത് ആ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നവർ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡന്റ് ആയി എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവര് ജസ്റ്റ് ഒന്ന് അകന്നു മാറി പോലെ ഒരു ഫീലിങ്സ്, ഒരു ഗ്യാപ്പ് വന്ന പോലെ ഒരു ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇനി എന്ത് കാണിച്ചാലും ഒരു പ്രശ്നവും ഇല്ല എന്ന രീതിയിൽ ആണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അവരെ ഡിപ്പെൻഡ് ചെയ്യാനോ അവരിനിയിപ്പോൾ നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറി എന്ന് ഇവർ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ ഇനിയും മിസ്റ്ററികൾ ഉണ്ട്, നിങ്ങൾക്ക് കുറെ രഹസ്യങ്ങൾ ഉണ്ടെന്ന് അവർ തിരിച്ചറിയുകയാണ്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ പോയാൽ ഇത്രയിടം വരെ പോകുള്ളൂ എന്ന് ഇവർക്ക് അറിയായിരുന്നു. ഇവർ ആ ഒരു രീതിയിലാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അതുപോലെ A to Z കാര്യങ്ങളെല്ലാം ഇവർക്കറിയാം. ഇവർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. എന്ന ഈ ഒരു വ്യക്തിയോട് ഞാൻ എന്ത് പെരുമാറിയാലും അല്ല എന്ത് ചെയ്താലും ഇതിന് അപ്പുറത്തേക്കൊന്നും ഇവർക്കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, എന്നാൽ അതിനും അപ്പുറത്താണ് നിങ്ങൾ എന്ന് ഇപ്പോ ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആകാം ഇതിന് കാരണം. സോ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയി പോകുന്നുണ്ടാവില്ല. മേ ബി ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റോ എന്ന രീതിയിൽ സെപ്പറേഷനിലൊക്കെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കുന്ന സമയത്ത് പോലും എന്നെ ഡിപ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ഒരു ശബ്ദം കേൾക്കാനോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനോ എൻ്റെ ഒരു പരിഗണന കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി എങ്ങനെ ഇവരിങ്ങനെ എത്ര പെട്ടെന്ന് മാറി, ഇവർക്കൊരു ഇവരുടെ ലൈഫിലേക്ക് വേറെ ആരെങ്കിലും നല്ല ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തി വന്നോ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് ഇവർ പോയോ എന്നൊക്കെ ഓർത്ത് ഇതെങ്ങനെ ഈ വ്യക്തിക്ക് എങ്ങനെ മാറാൻ സാധിച്ചു എന്നോർത്ത് ഇവർ ശരിക്കും അന്തം വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ ഈ ഒരു കാഴ്ചയിലൂടെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങള് സ്ട്രഗിൾസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല, എങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അവർ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് ഒത്തിരി ആളുകളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലരെയും അവർ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളെക്കാൾ പ്രാധാന്യം മറ്റു വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഒരു ആർഗ്യുമെന്റ്സോ പ്രശ്നങ്ങളോ കോൺഫ്ലിക്ട്സുകളോ അല്ലെങ്കിൽ അവർ വിചാരിക്കാത്ത രീതിയിലുള്ള അവരുടെ ഒരു പെരുമാറ്റോ ഓപ്പോസിറ്റ് പേഴ്സന്റെ ഒരു പെരുമാറ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഇവരെ തളർത്തി കളയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക, അല്ല അവരെ സ്ട്രഗിളിലാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർക്കിപ്പോൾ ഈ ഒരു സപ്പോർട്ട് വേണം. ഈ ഒരു സമയത്ത് ഇവർക്കൊരു സപ്പോർട്ട് അത്യാവശ്യമാണ്. പക്ഷെ അവർ ചുറ്റും നോക്കുമ്പോൾ ആരുമില്ല. ആ ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്ന നിങ്ങളാണ് എന്ന് ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഒരു മൈൻഡ് ഗെയിം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് അത്ര വർക്ക് ആകുന്നില്ല ഈ ഒരു സമയത്ത്. പണ്ടൊക്കെ നിങ്ങളെ അങ്ങനെ ഒരു മൈൻഡ് ഗെയിം ഒക്കെ കളിച്ച് നിർത്താമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ചുറ്റും നിങ്ങളിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കാവുന്ന രീതിയിലുള്ള കളികളൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഇവരിങ്ങനെ വട്ടം കറക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ അത് കാര്യമായ രീതിയിൽ ചെലവാകുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിന് കാരണം നിങ്ങളുടെ ഒരു ഇമോഷൻസിനോ ഫീലിങ്സിനോ ഒന്നും ഇവർ ഒരു വിലയും തരുന്നില്ല എന്ന് നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങളും ഈ ഒരു പേഴ്സണെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവരുടെ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ ആ ഒരു രീതിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കാൻ ചെല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കാര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ വളച്ചൊടിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഇവർക്കറിയാം അവരുടെ ഒരു ഫുൾഫിൽമെന്റ് നിങ്ങളാണ് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പരിഗണന കൊടുക്കുന്നില്ല. അതിന് ഈ ഒരു പേഴ്സൺ ഇതൊക്കെ മതി എന്ന രീതിയിൽ ഒരു സെൽഫിഷ് ആണ് ഇവർ. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവര് തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. മാത്രമല്ല നിങ്ങൾ മറ്റാരുടെയെങ്കിലും ആയി തീരുന്നത് ഈ ഒരു പേഴ്സണ് സഹിക്കാൻ വരുന്ന കാര്യമല്ല. എപ്പോഴും ഈ ഒരു പേഴ്സന്റെ സ്വന്തമായിരിക്കണം നിങ്ങൾ എന്നുള്ളൊരു പിടിവാശിയാണ് ഇവർക്ക്. പക്ഷെ റിലേഷൻഷിപ്പിൽ ഒരാള് താന്നു കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പൊതുവേ നോക്കുവാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരാൾ താന്നു കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് മുതലെടുക്കുന്നതായിട്ടാണ് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം
എന്ത് പറഞ്ഞാലും ഇവരിങ്ങനെ നിന്നോളും, അല്ലെങ്കിൽ അവരെ എന്നെ വിട്ടു പോകാനൊന്നും പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു ഉള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ് ഇവർ കാണുന്നത്. ഇരട്ടി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാലും ഈ ഇപ്പൊ നിൽക്കുന്നതിൽ നിന്ന് ഞാൻ എന്ത് കളികൾ കളിച്ചാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഇവരെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നൊരു ധാരണ അവർക്കുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പേഴ്സൺ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികമായിട്ട് ഇവരോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ അതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇവരെ സ്നേഹം കൊണ്ട് നമ്മൾ ക്ഷമിച്ച് നിൽക്കുന്നതായിരിക്കാം. പക്ഷെ ഇവർ വിചാരിക്കുന്നത് എന്തോ ഇവർക്ക് ഇവരുടെ ഇമ്പോർട്ടൻസ് മാത്രമാണ് ഇവർ നോക്കുന്നത്. ഇവർ സെൽഫിഷാണ്, ഇവര് ഓക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, എന്നെ വളരെ ഇഷ്ടമാണ്, ഇവർ ഇവിടെ തന്നെ തൂങ്ങിക്കിടക്കും. ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ റിലേഷൻഷിപ്പിൽ ഇതൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ഒരുപാട് സഹിച്ചു നിന്നിട്ടുണ്ടാകാം. ഈ ഒരു പേഴ്സന്റെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി, പരിഗണന കിട്ടാൻ, ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ നിങ്ങൾ കാത്തുകെട്ടി കിടന്നിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ ശരിക്കും നിങ്ങളുടെ ഒരു എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറി എന്ന് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ പരിഗണനയ്ക്കോ അല്ലെങ്കിൽ പ്രയോറിറ്റിക്കോ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ യാചിച്ച് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനേ പറ്റുന്നില്ല. ഒരുപാട് വ്യക്തികൾ മാറിയതായിട്ട് നമുക്ക് എനർജീസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒത്തിരി ഫ്രണ്ട്സ്, ഫാമിലീസ്, അതുപോലെ ഒരുപാട് വ്യക്തികൾ ഇവരുടെ ചുറ്റിനുണ്ട്. ഇവർക്ക് മിങ്കിൾ ചെയ്യാനൊക്കെ ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അവരിൽ നിന്നൊന്നും ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു എനർജിയിൽ ഈ വ്യക്തിക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടെങ്കിലും ഒരൊറ്റപ്പെട്ട ഫീലിംഗ് കിട്ടുന്ന ഒരവസ്ഥയിലൂടെയാണ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന ഫീലിങ്സ് ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ നിങ്ങൾ എന്താണോ അനുഭവിച്ചത്, ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. പുറമേ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ വളരെ ഒരു വിഷമവും ഇല്ല എന്ന രീതിയിൽ മാറി എന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും, അതുപോലെ ഒരു ഫീലിങ്സ് ഒക്കെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വേദന നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. അപ്പൊ ആ ഒരു സ്ട്രഗിള് ഉണ്ട്, ആരും കൂടെ ഇല്ല എന്ന് പറയുന്ന ആ ഒരു സ്ട്രഗിള് ഈ ഒരു പേഴ്സണും ഇപ്പോൾ അനുഭവിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അവർ ഭയക്കുന്നുണ്ട്. അതായത് ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുവരെ അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് വലിയ മീച്ചൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവര് പോയി ആ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക, ഓ ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ ഇല്ല, അവർ ഇത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് എൻ്റെ ലൈഫിൽ തന്നിരുന്നു എന്ന് മനസ്സിലാകുന്ന ആ ഒരു സമയത്താണ്. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യും, വളരെയധികമായിട്ട് ഫീൽ ചെയ്യും. അത് ആ ഒരു ഫീലിങ്സിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ അത് ഫേസ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ആ ഒരു ഫീലിങ്സ് ഈ ഒരു പേഴ്സൺ അറിയത്തില്ല. കാരണം അവർ വളരെ സെൽഫിഷായി അവർക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അവർക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. അവർക്ക് നിങ്ങളുടെ ഒരു അഡ്വൈസ്, സപ്പോർട്ട്, കെയറിങ് ഒക്കെ അവർ ഈ ഒരു സമയത്ത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മേ ബി ഇവരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലാനുള്ള പല പണികളും ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്തിനുള്ളിൽ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിലേക്കൊന്നും നിങ്ങൾ അടുക്കുന്നില്ല. ആ ഒരു കാര്യം തന്നെയാണ് അവർക്ക് പിടികിട്ടാത്തത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും നാൾ ഞാൻ ഒപ്പിച്ചു വെച്ച മൈൻഡ് ഗെയിമിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, എന്നിലേക്ക് വീണ്ടും വീണ്ടും റൗണ്ട് അടിച്ച് വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്, പക്ഷെ എന്തുകൊണ്ട് വീഴുന്നില്ല എന്നുള്ളതാണ് അവര് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും ഒരു ഡ്യുവൽ ഫേസ് ആണ് ഈ വ്യക്തിക്കുള്ളത്. നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, നല്ല രീതിയിൽ സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നുണ്ട്, കൊണ്ടുപോകണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു സെൽഫിഷ് ആണ് അവർ. ആ ഒരു സെൽഫിഷ് ആണ് ഈ അവരുടെ മറ്റൊരു ഫേസ്. ആ ഒരു സെൽഫിഷിന്റെ ഇതിൽ വരുന്നതാണ് എന്തെങ്കിലും നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പരിഗണനയോ മറ്റു കാര്യങ്ങളോ ഒന്നും തരില്ല എന്നുള്ളതാണ് അവരുടെ ഇത്. പക്ഷെ ഈ ഒരു പേഴ്സൺ എൻ്റെ കൂടെ നിൽക്കണം, അങ്ങനെ അവർ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട്, കെയർ ഒക്കെ കൊണ്ടാണ് അവര് നിങ്ങളെ സ്നേഹിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്ത, റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് കെയറിങ് ചെയ്തിട്ടുണ്ട്, ആ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം കൊണ്ടാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. അതുപോലെ നിങ്ങളായിട്ട് അങ്ങോട്ട് എന്നും മിണ്ടട്ടെ എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പൊ പഴയ നിങ്ങളെ പോലെ പഴയ നിങ്ങൾ എങ്ങനെയായിരുന്നു, ആ ഒരു പേഴ്സൺ എന്ത് പറഞ്ഞാലും ആ റിലേഷൻഷിപ്പിൽ നിൽക്കും, പുറത്തേക്ക് ചാടി പോകില്ല, അവിടെ നിന്നോളും എന്ന ആ ഒരു രീതിയിലുള്ള നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെല്ലാതിരിക്കുന്നത് കൊണ്ട് അവർ തന്നെ നിങ്ങളിലേക്ക് വരും എന്ന് നമുക്കിവിടെ ഒരു എനർജി വരുന്നുണ്ട്. അവരൊരു ആക്ഷൻ എടുക്കും, പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടാവും. കാരണം അവർക്ക് അവരെ സംബന്ധിച്ച് അങ്ങനെ തിരിച്ച് ഒരാളുടെ ഒരു യാചിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും തിരികെ വരണമെന്ന് യാചിച്ച് നിൽക്കുന്നതൊക്കെ അവരുടെ ഈഗോ വളരെയധികം ഹർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരത് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്, കുറച്ച് ഡിലേ ഉണ്ട്, അവർക്കൊരു ഷൈനസ് ആണ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ. ഓക്കെ, പിന്നെ ഇവിടെ നോ കോണ്ടാക്ട് സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടാകും, കാരണം ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം, വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ അവർ വരും, വരാതിരിക്കില്ല. പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടാകും. ഈ ഒരു ഈഗോയും ഷൈനസും ഒക്കെ അവർക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് താന്ന് നിങ്ങളുടെ മുന്നിൽ ഒന്ന് താന്ന് തരിക എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് മരിക്കുന്നതിന് തുല്യമായി. കാരണം വളരെ സെൽഫിഷും വളരെ പിടിവാശിക്കാരനുമായ അല്ലെ പിടിവാശിക്കാരിയുമായ ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. പക്ഷെ എങ്കിലും ഈ ഒരു സിറ്റുവേഷനിലേക്ക് അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ്. കാരണം നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത് അവരുടെ ആവശ്യമാണ് ഇപ്പോൾ നിങ്ങളെ ആ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ഇത് നിങ്ങളുടെ ഒരു എനർജിയാണ്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ ഒരു സറണ്ടർ ആയ ഒരു എനർജിയിലേക്ക് പോകരുത്. ഒരു വ്യക്തിക്കും അതുപോലെ ഈ റിലേഷൻഷിപ്പിലും കംപ്ലീറ്റ്ലി സറണ്ടർ ആയ ഒരു രീതിയിലേക്ക് പോകരുത്. നിങ്ങൾക്കൊരു വാല്യൂ എപ്പോഴും ഉണ്ടാകണം, ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാകണം. ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനകത്ത് നിൽക്കാവുള്ളൂ. നിങ്ങൾക്ക് ആദ്യമേ നിന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ആ ഒരു രീതി ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഹെൽത്തി ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു വാല്യൂ, എന്ത് ഒരു സ്ഥലത്ത് നിന്നാലും എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് റെസ്പെക്ട് കിട്ടുന്ന രീതിയിൽ, എനിക്ക് വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, പക്ഷെ ഒരു 50% മാത്രമേ ചിന്തിക്കാവുള്ളൂ. അല്ലാതെ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങളാണ് നിങ്ങൾ 100% എടുത്തതിന് ശേഷം ഓക്കെ എനിക്ക് ഇതൊക്കെ മതി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഞാൻ ഇങ്ങനെ നിൽക്കാം, ആ രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്. ഒരു 50% അവരുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കുക, ബാക്കി 50% നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കോളും. അപ്പൊ ആ ഒരു ഫുൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാതിരിക്കുക റിലേഷൻഷിപ്പിൽ, അങ്ങനെ ഒരു എനർജി കൊടുക്കരുത്. ഇതാണ് നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഇതിവിടെ അവസാനിക്കുകയാണ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. അപ്പം ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ഫെബ്രുവരി മന്ത് ആണ് നമുക്ക് ഫസ്റ്റ് ക്ലൂ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ക്ലൂ 1986 എന്ന് പറയുന്ന ഒരു വർഷമാണ്. 1984. റൈഡർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ലെറ്റർ H നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ A. കുക്കിംഗ്. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഗ്രീൻ കളർ. നമ്പർ 51. ലെറ്റർ C. നമ്പർ 39. നമ്പർ 38. 1975. റെയിൻബോ സൈൻസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാകാം. അത് മാറ്റത്തിന്റെ ഒരു സൈനാണ്. മെസ്സി ആയിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2002 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. യോഗയൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ R. 1981 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1988 കിട്ടുന്നുണ്ട്. 11 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ലോയർ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക,
മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.